നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ഈസ്റ്റർ. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവർ. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും റഷ്യ ഇപ്പോഴും ഉക്രൈനെതിരെ വെടിവയ്പ് തുടരുകയാണെന്ന് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനം. രണ്ട് വള്ളത്തിൽ ചവിട്ടി UK. ചൈനയുമായുള്ള ബിസിനസ് ബന്ധം വിച്ഛേദിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് റേച്ചൽ റീവ്സ്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. നിലവിലെ അന്താരാഷ്ട്ര സംഘർഷങ്ങളെയും കുടിയേറ്റത്തെയും കുറിച്ച് അഭിപ്രായ കൈമാറ്റം നടത്തിയതായി റിപ്പോർട്ട്. യുദ്ധ തടവുകാരായി റഷ്യ ഉക്രൈൻ ജയിലുകളിൽ കഴിയുന്ന 492 പേർക്ക് UAEയുടെ മധ്യസ്ഥതയിൽ മോചനം. വിശദാംശങ്ങൾ പിന്നാലെ. ആഗോള വ്യോമയാന മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായ എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ കാറ്ററിംഗ് കേന്ദ്രം സന്ദർശിച്ച് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. USന്റെ വിസ നയത്തിൽ വലഞ്ഞ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമ മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ഷൈൻ ടോം ചാക്കോ ബെട്ടു ഏപ്രിൽ 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി പോലീസ്. വാർത്തകൾ വിശദമായി. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും റഷ്യ ഇപ്പോഴും ഉക്രൈനെതിരെ വെടിവയ്പ് നടത്തുകയാണെന്ന് വ്ളാഡിമിർ സെലൻസ്കി. കമാൻഡർ ഇൻ ചീഫ് റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി ഫ്രണ്ട് ലൈൻ സെന്ററുകളിൽ റഷ്യൻ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം അമേരിക്ക നിർദ്ദേശിച്ച 30 ദിവസത്തെ പൂർണ്ണ വെടിനിർത്തൽ റഷ്യ നിരസിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മോസ്കോ സമാധാനപൂർണ്ണമായും നീങ്ങിയാൽ ഉക്രൈൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഏപ്രിൽ 20-ലെ ഈസ്റ്റർ ദിവസത്തിന് അപ്പുറത്തേക്ക് ഇത് നീട്ടാൻ ഉക്രൈൻ താൽപര്യപ്പെടുന്നുവെന്ന് സെലൻസ്കി കൂട്ടിച്ചേർത്തു. നേരത്തെ വ്ളാഡിമിർ പുടിൻ ഈസ്റ്റർ സമാധാന ഉടമ്പടി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മോസ്കോ സമയം വൈകുന്നേരം 6 മണി മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ റഷ്യൻ സൈന്യം യുദ്ധപ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ മാനുഷിക പരിഗണനകൾ മുൻനിർത്തിയാണ് പോരാട്ടം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിടുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ചൈനയുമായുള്ള ബിസിനസ് ബന്ധം വിച്ഛേദിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് റേച്ചൽ റീവ്സ്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അടുത്തയാഴ്ച US-ലേക്ക് പറക്കാൻ തയ്യാറെടുക്കുമ്പോൾ ബീജിംഗുമായുള്ള സാമ്പത്തിക ബന്ധത്തെ ചാൻസലർ പിന്തുണയ്ക്കുന്നു. ബീജിംഗുമായുള്ള ഇടപാടുകൾ പരിമിതപ്പെടുത്താൻ UK-യിൽ US സമ്മർദ്ദം ചെലുത്തുന്നുവോ എന്ന ആശങ്കകൾക്കിടയിൽ ചൈനയിൽ നിന്ന് സാമ്പത്തികമായി വിട്ടുനിൽക്കുക എന്ന ആശയം റേച്ചൽ റീവ്സ് തള്ളിക്കളഞ്ഞു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തി. നിലവിലെ അന്താരാഷ്ട്ര സംഘർഷങ്ങളെയും കുടിയേറ്റത്തെയും കുറിച്ച് അഭിപ്രായ കൈമാറ്റം നടത്തിയതായി വത്തിക്കാൻ സ്ഥിരീകരിച്ചു. കത്തോലിക്ക മതപരിവർത്തനം നടത്തിയ വാൻസ് കർദിനാൾ പിയാട്രോ പരോളിനെയും വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗാലഗറിനെയും സന്ദർശിച്ചതിനു ശേഷം വത്തിക്കാൻ പ്രസ്താവന ഇറക്കി. കുടിയേറ്റത്തിനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ അടിച്ചമർത്തലിലും അന്താരാഷ്ട്ര സഹായം വെട്ടിക്കുറച്ചതിലും പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഉക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധ തടവുകാരായി റഷ്യ ഉക്രൈൻ ജയിലുകളിൽ കഴിയുന്ന 492 പേർക്ക് UAEയുടെ മധ്യസ്ഥതയിൽ മോചനം. 246 ഉക്രൈൻ തടവുകാരെ റഷ്യയും 246 റഷ്യൻ തടവുകാരെ ഉക്രൈനും കൈമാറി. യുദ്ധത്തിൽ പരിക്കേറ്റ 46 സൈനികരെ കൈമാറി. ഇതുവരെ UAEയുടെ ഇടപെടലിലൂടെ 3725 തടവുകാർക്കാണ് മോചനം ലഭിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിച്ച ഇരു രാജ്യങ്ങളും UAE വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമം തുടരുമെന്നും വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് ഭരണത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കയിലുടനീളമുള്ള നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും തെരുവുകളിലേക്ക് ശനിയാഴ്ച നിരവധി പേർ പ്രതിഷേധിച്ചു. ഈ മാസം 2ാം തവണയാണ് ഇത്തരത്തിൽ പ്രതിഷേധം അരങ്ങേറുന്നത്. ഉച്ച കഴിഞ്ഞ് വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ചിക്കാഗോ എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. റോഡ് ഐലൻഡ്, മെരിലാൻഡ്, വിസ്കോൺസിൻ, ടെന്നസി, സൗത്ത് കരോലീന, ഒഹായോ, കെന്റക്കി, കാലിഫോർണിയ, പെൻസിൽവാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ പ്രകടനങ്ങൾ നടന്നു. വിദേശത്തുള്ള അമേരിക്കക്കാർ ഡബ്ലിനിലെയും അയർലൻഡിലെയും മറ്റ് നഗരങ്ങളിലും ട്രംപ് അജണ്ടയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. ടുണീഷ്യയിൽ ഭരണകൂട എതിരാളികൾക്കെതിരായ കൂട്ടവിചാരണയിൽ ടുണീഷ്യൻ കോടതി രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും അഭിഭാഷകർക്കും 13 മുതൽ 66 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. പ്രസിഡന്റ് ഖൈസ് സയ്യിദിന്റെ സ്വേച്ഛാധിപത്യ ഭരണം ഉറപ്പാക്കുന്നതിനായി വിചാരണ അരങ്ങേറിയതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശനിയാഴ്ച വ്യവസായി കമൽ ലത്തൈഫിന് 66 വർഷത്തെ തടവും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനായ ഖയാം തുർക്കിങ് 48 വർഷത്തെ തടവും ലഭിച്ചതായി പ്രതികളുടെ അഭിഭാഷകർ പറഞ്ഞു. ഗാസി ചൗവാച്ചി, ഇസ്ലാം ചെബി, ജവഹർ ബെൻ എംബറൈക്ക്, റിദ ബെൽഹരാജ്,
എന്നിവരുൾപ്പെടെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾക്ക് കോടതി 18 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇവർ 2023 മുതൽ കസ്റ്റഡിയിലാണ്. മാർച്ചിൽ ആരംഭിച്ച വിചാരണയിൽ 40 പേരെയാണ് വിചാരണ ചെയ്തത്. കുറ്റം ചുമത്തിയതിനു ശേഷം 20-ലധികം പേർ വിദേശത്തേക്ക് ഒളിച്ചോടി. 2019 അധികാരത്തിലെത്തിയ ശേഷം 90.7% വോട്ടുകൾ നേടി 2024 സെയ്ദ് രണ്ടാം തവണയും 5 വർഷത്തെ കാലാവധി നേടി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ മൾട്ടി ബില്യണയർ ഉപദേഷ്ടാവായ എലോൺ മസ്കും എഐ ബ്രാൻഡും പ്രശസ്തിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറുമെന്ന് സർവേ റിപ്പോർട്ട്. 100-ലധികം അന്താരാഷ്ട്ര പൊതുകാര്യ നേതാക്കൾ നടത്തിയ ഒരു പുതിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. ട്രംപിന് വേണ്ടി മസ്ക് ചെയ്ത പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുന്ന ചില പൊതുജനാഭിപ്രായ വോട്ടെടുപ്പുകളുമായി ഈ നിരീക്ഷണം യോജിക്കുന്നു. മാർച്ചിൽ പുറത്തിറങ്ങിയ ക്വിന്നിപ്പിയോക് യൂണിവേഴ്സിറ്റി സർവേയിൽ ബിസിനസ്സുകാരനും ഡോഗും ഫെഡറൽ ഗവൺമെന്റ് നിയമിക്കുന്ന തൊഴിലാളികളുമായി ഇടപെടുന്ന രീതി 60% വോട്ടർമാരും പുച്ഛത്തോടെയാണ് കാണുന്നതെന്ന് കണ്ടെത്തി. എതിർപ്പിനെ തുടർന്ന് ടെസ്ലയിലെ ഓഹരികൾ ഇടിഞ്ഞു. തുടർന്ന് ട്രംപ് ഭരണകൂടത്തിലെ തന്റെ പ്രമുഖ സ്ഥാനത്ത് നിന്ന് മസ്ക് ക്രമേണ മാറുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുൻ US കോൺഗ്രസ് അംഗം ബാർബറ ലീ ഓക്ലാൻഡ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിമത വെല്ലുവിളിയെ ചെറുത്തതിനു ശേഷം കാലിഫോർണിയയിലെ ഓക്ലാൻഡിന്റെ അടുത്ത മേയറായാണ് കോൺഗ്രസ് അംഗമായ ബാർബറ ലീ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബേ ഏരിയയുടെ പുരോഗമന രാഷ്ട്രീയത്തെ കേന്ദ്രത്തിലേക്ക് തള്ളിവിടാൻ പ്രവർത്തിക്കുന്ന ബാഹ്യ ഗ്രൂപ്പുകളുടെ പിന്തുണയുള്ള ഒരു മിതവാദിയെ ലീ പരാജയപ്പെടുത്തി. 9 റൗണ്ട് റാങ്ക് ചോയ്സ് വോട്ടെടുപ്പിൽ ലീക്ക് 52%-ലധികം വോട്ടും ടെയ്ലറിന് 47%-ലധികം വോട്ടും ലഭിച്ചതിനെ തുടർന്ന് ലീ മുൻ സിറ്റി കൗൺസിൽ അംഗം ലോറൽ ടെയ്ലറിനെ പരാജയപ്പെടുത്തി. UK-യുടെ സ്റ്റീൽ വ്യവസായം ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതിന് കാരണം അതിന്റെ നെറ്റ് സീറോ ടാർഗറ്റ് ആണെന്ന അസംബന്ധമായ നുണകൾ പ്രചരിപ്പിക്കുന്ന സിഗ്നൽ ഫരോജിനെയും ടോറികളെയും വിമർശിച്ച് എഡ് മിലിബാൻഡ്. ബ്രിട്ടീഷ് സ്റ്റീലിന്റെ സ്കന്തോർ പ്ലാന്റിലെ അപകടകരമായ സാഹചര്യത്തിന് കാരണം ഉയർന്ന ഊർജ്ജ ചെലവുകളാണെന്ന് ഫരേജും ടോറികളും കുറ്റപ്പെടുത്തി. പുനരുപയോഗ ഊർജ്ജ വിലകൾ കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. വടക്കൻ കടലിലെ എണ്ണശേഖരം വേഗത്തിൽ കുറയുകയും ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഭൂരിഭാഗം കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിലും UK എണ്ണയിലും വാതകത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിനും റീഫോം പ്രതിസന്ധിയെ ഉപയോഗിച്ചു. UK രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷ പാർട്ടികളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഷിംഗ്ടണിലെ റിപ്പബ്ലിക്കൻ ഭരണകൂടവും നെറ്റ് സീറോ എന്ന രാഷ്ട്രീയ സമവായം പൂർണ്ണമായും ഉപേക്ഷിച്ചത് UK സർക്കാരിനുള്ളിൽ ഗുരുതരമായ ആശങ്ക സൃഷ്ടിക്കുന്നു. ആഗോള വ്യോമയാന മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായ എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ കാറ്ററിംഗ് കേന്ദ്രം സന്ദർശിച്ച് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് റംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. കേന്ദ്രത്തിന്റെ നൂതന സ്മാർട്ട് സംവിധാനങ്ങൾ, ഗുണനിലവാരം, നവീകരണം, സുസ്ഥിരത എന്നിവയെ അദ്ദേഹം പിന്നീട് പ്രശംസിച്ചു. എമിറേറ്റ്സിനും 100-ലേറെ രാജ്യാന്തര വിമാന കമ്പനികൾക്കുമായി ഓരോ ദിവസവും 2 ലക്ഷത്തിലേറെ ഭക്ഷണപ്പൊതികൾ സംഘം തയ്യാറാക്കുന്നു. ദുബായിയുടെ വ്യോമയാന മേഖലയുടെ മത്സരശേഷിയും മികവും പ്രതിഫലിപ്പിക്കുന്ന ശ്രദ്ധേയമായ നേട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ ജീവപര്യന്തം തടവ് 20 വർഷമായി കുറയ്ക്കാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 30 തടവുകാരെ മോചിപ്പിച്ചു. സെൻട്രൽ ജയിലിൽ നിന്നാണ് 20 വർഷത്തിനകം തടവ് അനുഭവിച്ച ഇവരെ ശനിയാഴ്ച വിട്ടയച്ചത്. ഇതിൽ 17 കുവൈറ്റ് സ്വദേശികളുണ്ട്. ഇവരെ 5 വർഷത്തേക്ക് ഇലക്ട്രോണിക്സ് മോണിറ്ററിംഗ് ബ്രേസ്ലെറ്റുകൾ ധരിപ്പിച്ച് നിരീക്ഷിക്കും. വിദേശികളായ 13 പേരെ മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട് കടത്താനാണ് നിർദ്ദേശം. 20 വർഷം പൂർത്തിയാക്കിയില്ലെങ്കിലും തടവ് കാലയളവിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്ത 5 തടവുകാരുടെ മോചനം സംബന്ധിച്ച അവലോകനം നടത്തിവരികയാണ്. മോചിതരായവരിൽ കൂടുതലും കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടവരായിരുന്നു. കൊലപാതക കുറ്റത്തിന് 33 വർഷം തടവ് അനുഭവിച്ച ഈജിപ്ഷ്യൻ പൗരനാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞ പ്രവാസി. ദുബായ് വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് മിനിറ്റുകൾക്കുള്ളിൽ സ്മാർട്ട് ഗേറ്റിലൂടെ പാസ്പോർട്ട് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രക്കാർക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. UAE GCC പൗരന്മാർ, UAE താമസക്കാർ, ബയോമെട്രിക് പാസ്പോർട്ടുള്ള വിസ ഓൺ അറൈവൽ യാത്രക്കാർ എന്നിവർക്ക് ഈ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇതിന് പ്രത്യേക രജിസ്ട്രേഷനൊക്കെ നടത്തേണ്ടതുണ്ട്. ദുബായ് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പാസ്പോർട്ട് കൺട്രോൾ ടച്ച് പോയിന്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രേഖകളൊന്നും സ്കാൻ ചെയ്യാതെ തന്നെ പച്ച ലൈറ്റിലേക്ക് നോക്കി നിങ്ങൾക്ക് ഗേറ്റ് കടന്ന് പോകാൻ സാധിക്കും. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ US വിസ റദ്ദാക്കിയ രാജ്യാന്തര വിദ്യാർത്ഥികളിൽ പകുതിയും ഇന്ത്യക്കാരാണെന്ന് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ കണ്ടെത്തി.
നടപടി നേരിടുന്ന 4000-ഓളം പേരിൽ 327 പേരുടെ വിശദാംശങ്ങൾ ഇവർ പരിശോധിച്ചു. ഇതിൽ 50% ഇന്ത്യക്കാരും 14% ചൈനക്കാരുമാണെന്ന് AILA വ്യക്തമാക്കി. ദക്ഷിണ കൊറിയ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. കാലിഫോർണിയ, ന്യൂയോർക്ക്, ടെക്സസ്, മിഷിഗൻ, പെൻസിൽവാനിയ, ഫ്ലോറിഡ, അരിസോണ, വെർജീനിയ, ഇലിനോയ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നടപടികൾ ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉൾപ്പെടെ AI സഹായത്തോടെ നിരീക്ഷിച്ചാണ് നടപടികളെന്നും രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത വിദ്യാർത്ഥികളും നടപടി നേരിടുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തം. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കോടതി ഉത്തരവുകളെ വിമർശിച്ച് സർക്കാർ നടപടികളെ ന്യായീകരിച്ചും രംഗത്തെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. എത്ര ഉയരത്തിലുള്ള ആളും നിയമത്തിന് മുകളിലല്ലെന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. ഭരണഘടനാ പദവികളുടെ രാഷ്ട്രീയവൽക്കരണം ഗവർണറും ഉപരാഷ്ട്രപതിയും മുതൽ രാഷ്ട്രപതി വരെയുള്ളവരിൽ സംഭവിക്കുന്നു. വലതുപക്ഷ വ്യാഖ്യാനങ്ങൾ നിറയ്ക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അടിച്ചമർത്താനുമാണിത്. ജനാധിപത്യ പ്രക്രിയയിൽ ആലങ്കാരിക പദവി വഹിക്കുന്നവരല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമ മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. മനുഷ്യാവകാശ പ്രവർത്തക ടീസ സെതൽവാദിന് ജാമ്യം അനുവദിക്കാൻ അവധി ദിവസം തിടുക്കപ്പെട്ടു. വ്യത്യസ്ത ബെഞ്ചുകൾക്ക് രൂപം നൽകിയ ചന്ദ്രചൂഡിന്റെ നടപടി വഴിവിട്ടതെന്ന് ആരോപിച്ചാണ് പരാതി. പട്ന, ആന്ധ്ര ഹൈക്കോടതികളിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് രാകേഷ് കുമാർ കഴിഞ്ഞ വർഷം രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയാണ് ഉചിതമായ നടപടി സ്വീകരിക്കാൻ പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയത്. ഗുജറാത്ത് കലാപത്തിന് ഗൂഢാലോചന നടന്നതിന് ഉന്നതർക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കിയെന്നാണ് ടീസയ്ക്കെതിരായ കേസ്. ഇനി കേരള ഹൈലൈറ്റ്സ്. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവർ. 50 ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ജെറുസലേമിലേക്ക് ക്രിസ്തുവിന്റെ രാജകീയമായ പ്രവേശനം ഓർമ്മിക്കുന്ന ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ആചരിച്ച് ഭക്തി നിർഭരമായാണ് ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനകളും ആഘോഷങ്ങളും തുടങ്ങി. ഷൈൻ ടോം ചാക്കോയോട് ഏപ്രിൽ 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി. ഏപ്രിൽ 22 ചൊവ്വാഴ്ചയാണ് ഷൈൻ ഹാജരാകേണ്ടത്. ഇതിനു മുമ്പായി അന്വേഷണ സംഘം യോഗം ചേർന്ന് കേസിലെ അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഷൈൻ ടോം ചാക്കോയുടെ ടെലിഫോൺ കോളുകളും വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കും. ഷൈൻ ഹോട്ടൽ മുറിയിൽ താമസിച്ചിരുന്നപ്പോൾ കാണാനെത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ഷൈനെ കാണാനെത്തിയവരിൽ പെൺസുഹൃത്തുമുണ്ട്. ഷൈന് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം ഏർപ്പാട് ചെയ്തത് ആരാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴികളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 113.24 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.39 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 97.11 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് 2 റൺസിന് തോൽവി. ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുക്കാനാണ് സാധിച്ചത്. 3 വിക്കറ്റ് എടുത്ത ആവേശ് ഖാനാണ് ലക്നൌവിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 52 പന്തിൽ 74 റൺസ് നേടിയ യശസ്വി ജയ്സ്വാൾ രാജസ്ഥാന് വിജയ പ്രതീക്ഷ നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ഈസ്റ്റർ. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവർ. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും റഷ്യ ഇപ്പോഴും ഉക്രൈനെതിരെ വെടിവയ്പ് തുടരുകയാണെന്ന് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനം. 2 വള്ളത്തിൽ ചവിട്ടി UK. ചൈനയുമായുള്ള ബിസിനസ് ബന്ധം വിച്ഛേദിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് റേച്ചൽ റീവ്സ്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. നിലവിലെ അന്താരാഷ്ട്ര സംഘർഷങ്ങളെയും കുടിയേറ്റത്തെയും കുറിച്ച് അഭിപ്രായ കൈമാറ്റം നടത്തിയതായി റിപ്പോർട്ട്. യുദ്ധ തടവുകാരായി റഷ്യ ഉക്രൈൻ ജയിലുകളിൽ കഴിയുന്ന 492 പേർക്ക് UAE-യുടെ മധ്യസ്ഥതയിൽ മോചനം. വിശദാംശങ്ങൾ പിന്നാലെ. ആഗോള വ്യോമയാന മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായ എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ കാറ്ററിംഗ് കേന്ദ്രം സന്ദർശിച്ച് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. US-ന്റെ വിസ നയത്തിൽ വലഞ്ഞ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമ മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ഷൈൻ ടോം ചാക്കോ ബെട്ടു ഏപ്രിൽ 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി പോലീസ്.
ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.